ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയത്തിൻ്റെ വീട്ടിലും പങ്കളെ വീട്ടിലൊക്കെ പോകുന്നൊരു വീഡിയോ ആണ്. കുറച്ച് ലെങ്ത് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്തൊക്കെ ആണ് കേട്ടോ. 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്തൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾ പഴയങ്ങാടി ട്രെയിൻ കയറാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഉച്ച സമയത്ത് പഴയങ്ങാടിയേ ഉള്ളൂ, വൈകുന്നേരമേ കണ്ണാവരേ ട്രെയിന്. അപ്പം 2 മണിക്കത്തെ ട്രെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റാണ് ട്രെയിൻ. ഞങ്ങൾ പഴയങ്ങാടി സ്റ്റേഷനിലെത്തി കേട്ടോ. കുറച്ച് സമയം അങ്ങോട്ട് അവിടെ ഇരുന്നു. കുറച്ച് സമയമല്ല, കുറച്ച് കൂടുതൽ ഇരുന്നു കേട്ടോ. ഞങ്ങൾ 1 മണിയാകുമ്പോഴൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ ട്രെയിൻ പോകുന്ന സ്ഥലത്ത് കൂടെ എന്ത് പോകുന്നു നോക്കി. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. റെയിൽപാലം എന്നൊക്കെ പറഞ്ഞില്ലേ, റെയിൽപട്ടല്ലേ, അവിടെ പണിയെടുക്കാൻ കേട്ടോ. ആ നടുക്കിടുന്ന വലിയ കട്ടയില്ലേ, അതൊക്കെ അപ്പുറം ഇപ്പുറം എടുത്തിടാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെയാണ് ആ വണ്ടി. JCB അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെയിലത്ത് ഈ ചൂട്ടിനെ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റണില്ല, അത്രയ്ക്കും ചൂടാണ്. അന്നേരം ഈ സമയത്തൊക്കെ, നട്ടുച്ച സമയത്തൊക്കെ ഇവരിങ്ങനെ പണിയെടുക്കണമല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര സങ്കടം കേട്ടോ. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാൽ ഈ ചൂടിൻ്റെ അവസ്ഥ അറിയാം, വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ പുറത്ത് പോയിട്ട് പണിയെടുക്കുന്നവർക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്. കാണുമ്പം നമുക്ക് തോന്നുക എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ കഷ്ടപ്പെടുന്നതൊക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൻ വന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കേട്ടോ. സീറ്റൊന്നും ഉണ്ടാവില്ല, നിൽക്കേണ്ടി വരും, അവിടുത്തെ വരെ നിൽക്കേണ്ടി വരും, അത്ര കാളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വയ്യ, തലവേദന എടുക്കുന്നത്. നമ്മൾ വെയിലത്തല്ലേ വന്നത്, അപ്പം അങ്ങ് തലവേദന എടുക്കുന്ന, എനിക്കൊന്നും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എങ്ങനെയായാലും സീറ്റൊക്കെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാഷാഅല്ലാഹ് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റൊക്കെ കിട്ടിട്ടോ. പിന്നെ സിനാൻ പറഞ്ഞു നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോവുക, അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടായിരുന്നല്ലൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചാണ് കേട്ടോ. പക്ഷെ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു 2 ആൾ 3 ആൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എല്ലായിടത്തും ആൾ ഒഴിവാണ് കേട്ടോ. എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ആൾ ഒഴിവാണ്. പയ്യന്നൂർ എത്തുമ്പോഴത്തേക്ക് തന്നെ മൊത്തം ആൾ കഴിഞ്ഞ്, നമ്മൾ ഇരിക്കുന്നിടത്തുള്ള ആളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഞാൻ കടന്നിട്ടാണ് കേട്ടോ പോയത്. ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു, തലവേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി. പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി കുറച്ച് ദിവസമായി കേട്ടോ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊക്കെ കുറച്ച് പിന്നെ വയ്യായിരുന്നു, പിന്നെ കുറച്ച് തിരക്കായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റ് ആയതാണ്. അങ്ങനെ നമ്മൾ മഞ്ചേശ്വരത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ പ്രാവശ്യം മംഗലാപുരത്തേക്ക് പോയിട്ടില്ല. മഞ്ചേശ്വരത്ത് പങ്കളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഞാൻ കിടന്നെണീച്ചു. ഞാനായി കേട്ടോ. വയ്യായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കണമെന്ന് മൂടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി, മഞ്ചേശ്വരം ഇറങ്ങി. അവിടുന്ന് പിന്നെ ഓട്ടോക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞാൻ സിനും ശ്യാമാണ് വന്നിട്ടുള്ളത്. നിഷാദ് വന്നിട്ടില്ല. എപ്പോഴും സിനാനാണ് കേട്ടോ വരാതിരിക്കൽ. ഇവർക്ക് നിഷാദിന് ഇഷ്ടമാണ്, സിനാൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വരില്ല. ഇപ്പം തന്നെ ഉപ്പ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് സിന വന്നത്. പിന്നെ അവരെല്ലാവരും ചോദിക്കട്ടോ, ഇവരെ കൂട്ടുകാരെങ്കിലും ഒരാളെ കൂട്ടാണ്ട് പോയാലൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നിഷാദിന് എപ്പോഴും പോകുന്നതാണ്. നിഷാദ് ആഴ്ചക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഉപ്പ പോകുമ്പോൾ എന്തായാലും ഉപ്പാരൊക്കെ പോകും. പിന്നെ അങ്ങനെ പോക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം സിനുവിനെ കൂട്ടിയിട്ട് പോയി. പിന്നെ ഇവിടെ അടുത്താണ് കേട്ടോ, ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരുപാട് പോകുന്നു വേണ്ട. ആർബാർ ബീച്ചൊക്കെ ഉള്ള അടുത്താണ് കേട്ടോ. മീനൊക്കെ പിടിക്കാൻ വന്ന ബോട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ കുറച്ച് അവിടെ പോയ സമയത്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൂർക്ക് 5:30-6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ. നോമ്പൂരിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ നോമ്പൂരിക്കേണ്ട അതിന് വലുതായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ നോമ്പൂരിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ വയ്യായിരുന്നു ഒന്നാമത്. പിന്നെ വീഡിയോ വലുതായിട്ട് എടുക്കാൻ നിന്നിട്ടില്ല. നമുക്ക് അന്നേരം തന്നെ തിരിച്ച് വരണമായിരുന്നു. പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ വീട്ടിലേക്കും കൂടി ഒന്ന് പോകണം. നാസ്ത ചിക്കൻ കറിയും പത്തലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. അവിടുന്ന് ഓട്ടോക്ക് വന്നു. പിന്നെ അവിടുന്ന് ബസ്സിന് അനിയത്തിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അവിടെ അടുത്താണ്, കുമ്പളയിലേക്കൊക്കെ ഒരുപാടൊന്നും വരണ്ട. എത്ര മണിക്കൂറെന്നറിയില്ല, എന്നാലും കുറച്ചേ വരണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ അനിയത്തിയുടെ അടുത്തേക്ക് വന്നു. പിന്നെ അനിയത്തിയുടെ അടുത്ത് എത്തിയിട്ടും വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അത്താഴത്തിന് അവൾ ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ. ചോറും മീൻ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത്താഴമൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രാത്രിക്ക് തന്നെ അനിയത്തിൻ്റെ അടുത്തേക്ക് വന്നത്. രാവിലെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഞങ്ങൾ അതിനിപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ
അന്ന് രാത്രിക്ക് തന്നെ വന്നത്. പിന്നെ അന്ന് വന്നപ്പോൾ പിന്നെ എങ്ങനെ വിടുന്നില്ല കേട്ടോ. എന്തായാലും വന്നതല്ലേ ഇന്നോട്ട് നോമ്പ് പൊറിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുമ്പള പോകാനുണ്ടായിരുന്നു. ഇവർക്ക് കുമ്പളയാണ് കേട്ടോ അടുത്ത്. പിന്നെ ഇവിടുത്തെ മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ പുഷ്പമാവും. പച്ചയാണെങ്കിൽ നമുക്ക് എന്തും ആക്കാം. അപ്പോൾ അവൾ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ട് പോയിക്കൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുമ്പള പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുമ്പള പോയിട്ട് വന്നു കേട്ടോ. കുമ്പളം വെച്ചാൽ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഓട്ടോ കിട്ടി നമ്മൾ കുമ്പളയിലേക്ക് പോകാൻ കേട്ടോ. കുമ്പള പോകുമ്പോൾ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ റോഡ് വന്നതുകൊണ്ട് ഓട്ടോക്കാരൊന്നും തിരിച്ച് വരില്ല. നമ്മൾ കുമ്പളിയിൽ നിന്ന് വരുമ്പം ഓട്ടോക്കാരൊന്നും വരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓട്ടോ വന്നിട്ട് പിന്നെ അവർ തിരിഞ്ഞ് പോകണ്ടേന്നാൽ നിങ്ങളിരുന്ന് ബസ്സിന് പോയിക്കൊണ്ട് നിങ്ങൾക്ക് ബസ് കിട്ടുന്നിടത്ത് അവിടെ ഇറക്കി കേട്ടോ. പിന്നെ ബസ് കിട്ടാൻ നിങ്ങൾക്ക് ആ 2 റോഡ് അപ്പുറം മുറിഞ്ഞ് കിടന്നിട്ട് അപ്പുറം കിടക്കണം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ ടൗണിലേക്ക് എത്തി കേട്ടോ. കുമ്പളയിലേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്നുണ്ടല്ലോ, ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനൊക്കെ വെക്കുന്നത് പെണ്ണുങ്ങളാണ് കേട്ടോ. ഈ മംഗലാപുരം അങ്ങോട്ടൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ, നമ്മുടെ നാട്ടിൽ ആണുങ്ങളാണ്. പിന്നെ ഇവിടെ മാർക്കറ്റായിട്ട് അങ്ങനെയില്ല, ഓരോ കടയുടെ മുന്നിലാണ് കേട്ടോ മീൻ വെക്കുന്നതൊക്കെ. അത് അവർക്കും പ്രശ്നമില്ല, ഇങ്ങനെ പണ്ടേ അങ്ങനെ തന്നെയെന്ന് തോന്നും. മാർക്കറ്റായിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് സ്നാക്സൊക്കെ അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം നോമ്പ് പൊരിക്കേണ്ട കടിയൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ ശ്യാമിന് മെയിനായിട്ട് അച്ചാർ വാങ്ങണം. അങ്ങനെ 1-2 സാധനം മേടിക്കാനായിട്ട് ഞങ്ങൾ പോയത്. പിന്നെ ശ്യാമിന് ഇവിടെ എത്തിയാലും ഇവിടുത്തെ അച്ചാറാണ് ഇഷ്ടം കൂടുതൽ കഴിക്കൽ. നമ്മുടെ നാട്ടിലത്തെ അച്ചാറൊന്നും അങ്ങനെ കഴിക്കലില്ല. അച്ചാർ ഇഷ്ടമാണ്, പക്ഷെ കഴിക്കുന്നുണ്ടെങ്കിൽ അധികം ഇങ്ങോട്ടിൽ കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്നൊക്കെ കൊണ്ടുവന്ന് അച്ചാർ കഴിക്കും. അങ്ങനെ അത് മേടിക്കാനായിട്ടോ ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് തിരിച്ച് പോകാൻ കേട്ടോ. വന്നപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവിനാണ് കേട്ടോ. എന്താ വെച്ചാൽ എവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകണമെങ്കിലും പിന്നെ വീട്ടിലേക്ക് പോകണമെങ്കിലും തിരിച്ച് വരണമെങ്കിലും അതുപോലെ തന്നെ കുമ്പളയിലേക്ക് അങ്ങനെ എവിടെ പോകണമെങ്കിലും അനിയത്തിൻ്റെ ഭർത്താവാണ് കേട്ടോ കൊണ്ടുപോക്ക്. ഇപ്പോൾ ആകുമ്പോൾ നമുക്ക് ഓട്ടോക്ക് പോകുമ്പോൾ അതിന് അവനില്ലാത്ത മിസ് ചെയ്യുന്നത്. പിന്നെ അനിയത്തിൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയതാണ്. പിന്നെ അവർ ഓട്ടോ എടുക്കുന്ന കേട്ടോ നാട്ടിൽ. എവിടെ പോകുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ഓട്ടോ ഇല്ലാണ്. ട്രെയിൻ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളവിടെ നിൽക്ക്, ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് വരെ നിങ്ങളവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് നിൽക്ക്, ഞാൻ വരാം. അങ്ങനെയാണ് കേട്ടോ പറയൽ. ഓൻ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടാക്കലും കൂട്ടാൻ വരത്തൊക്കെ. അങ്ങനെ അനിയത്തിൻ്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം അവനില്ലാത്തത് മിസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ശ്യാമിൻ്റെ അച്ചാർ. പിന്നെ ബർഗറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് നോമ്പൊരിക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. ഫ്രൂട്ട്സ് കട്ടയിലും ജ്യൂസ് അടിക്കലും. നോമ്പായിട്ട് ഞങ്ങൾ ബർഗർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അവിടുന്ന് ബർഗർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമൂസ ഉണ്ട് കേട്ടോ, സമൂസയൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ സേമിയ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സേമിയ നമ്മളിവിടെ അങ്ങനെ പിന്നെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നില്ല. അവൾ അങ്ങനെ വലുതായിട്ട് കഞ്ഞി ഉണ്ടാക്കിയില്ല. പിന്നെ സേമിയ തരി അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കൽ. കഞ്ഞി ഉണ്ടാക്കും, പക്ഷെ വലുതായിട്ടൊക്കെ ഉണ്ടാക്കില്ല. ഞങ്ങൾ അധികം ഡെയിലി കഞ്ഞി തന്നെയാണ് അധികം ഉണ്ടാക്കാൽ. ഇനിയിപ്പം ഇതുപോലെ സേമിയൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ പോയിട്ട്. അവളധികം അങ്ങനെ കേട്ടോ. ഒരു ദിവസം കഞ്ഞിയാണെങ്കിൽ ഒരു ദിവസം സേമിയ, ഒരു ദിവസം തരി, അങ്ങനെ മാറി മാറി. എല്ലാ ദിവസവും ഉണ്ടാക്കില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാറ്റി മാറ്റിയായിട്ട് ഉണ്ടാക്കൽ. പിന്നെ ഇവിടുന്ന് ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്കൊന്ന് പ്രാവശ്യം മന്തി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അനിയത്തി വന്നു പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് അവൾ പഴം പൊരിക്കുന്നുണ്ട്. പിന്നെ മന്തീൻ്റെ അരിയൊക്കെ ഞാൻ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഴം പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സമയമായി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസൊക്കെ എടുത്ത് വെക്കട്ടെ എന്നിട്ട് അങ്ങനെ പോയി. ഷമാമും പിന്നെ ലൈമും പിന്നെ അതുപോലെ തന്നെ വത്തക്ക സർബത്ത്, മോപ്പത്തക്ക സർബത്ത്. അങ്ങനെ മാഷാ അൽഹംദുലില്ലാ അനിയത്തിൻ്റെ അടുത്തുനിന്ന് ഒരു നോമ്പ് പൊരി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അനിയത്തി മക്കളൊക്കെ കൂടെ ഒരു നോമ്പ് പൊരിയും കൂടി കഴിഞ്ഞു. അങ്ങനെ നോമ്പൊക്കെ മുറിച്ചു. പിന്നെ ഫുഡ് ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതും കൂടി ഉണ്ടാക്കണം. അങ്ങോട്ടങ്ങനെ ഫുഡൊന്നും കഴിക്കൂല കേട്ടോ. പിന്നെ ഫുഡ് വെച്ചാൽ നാസ്ത കഴിക്കില്ല. ഇങ്ങനെ ഇതിൻ്റെ സമയത്ത് ചായയും കടിയും ജ്യൂസും അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തറാവേ കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കും. അതുകൊണ്ട് ആ ടൈം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ കുമ്പള പോയിട്ട് ലേറ്റായിരുന്നു വരാൻ. അതും കൂടിയാണ് കേട്ടോ മുന്നേ ഉണ്ടാക്കാൻ താമസിച്ചത്. പിന്നെ ഏതായാലും പിന്നെ താറാവേ കഴിഞ്ഞിട്ടല്ലേ ഫുഡ് കഴിക്കൂ, ആ സമയം നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നിട്ട്
മന്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് അങ്ങനെ മന്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് മന്തിയൊക്കെ ഉണ്ടാക്കിയത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ എന്നിട്ട് നോമ്പൂരും കൂടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ റെഡി ആയിരുന്നു. അതൊക്കെ പിന്നെ ഇനി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഞാൻ അധികം വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്നായി കേട്ടോ. പിന്നെ അത് വലുതായിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മന്തിയൊക്കെ ആക്കി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ എല്ലാവരും കൂടി പിറ്റേന്ന് മാങ്ങ പറിക്കാൻ പോവാണ് കേട്ടോ. മാങ്ങ പറിക്കാൻ കൊക്കയൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പ് നോറ്റിട്ട് മോനിക്ക് കയ്യും ചില പറഞ്ഞു കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ മാങ്ങ പറിക്കുന്നത്. ശ്യാമ കുറച്ച് എറിഞ്ഞിട്ടൊക്കെ പറിച്ചു. പണ്ടത്തെ ഓർമ്മകളൊക്കെ ആയി. ശ്യാമനെ കല്ലെടുത്തിട്ട് എറിഞ്ഞിടാം, അങ്ങനെ ഒരുപാട് പണ്ടൊക്കെ എറിഞ്ഞിട്ട് കഴിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറിച്ചിട്ട് ഒരു 5-6 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അത് സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകാൻ വേണ്ടിയിട്ടാണ്, കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ടൈമാണ് കേട്ടോ. അതുകൊണ്ട് കുപ്പായൊക്കെ ഇടാണ്ടിരുന്നത്. മാങ്ങ പറിക്കാൻ പോയ സമയത്ത് ഇവന്നൊന്ന് വീണ് കേട്ടോ. പാവം മുട്ടി ചെറുങ്ങനെ ഒരു ഇതായിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. വലുതായിട്ടല്ല, ചെറുങ്ങനെ. ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഫർദയൊക്കെ ഇട്ടിട്ട് വരാൻ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ നിൽക്കുകയാണ്. ഞങ്ങൾ അടുത്തൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കൂട്ടാനും പറ്റില്ല. ഭയങ്കര മിസ് ചെയ്യുന്നു കേട്ടോ മക്കളിങ്ങനെ ഇതാക്കിയിട്ട് വരുമ്പോൾ. അടുത്തൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ച് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മക്കൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ടുണ്ട്. നമുക്ക് അന്നൊരു ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഓട്ടോ അനിയത്തി ഭർത്താവുണ്ടെങ്കിൽ എല്ലാ ടൈമായി നമ്മൾ കൊണ്ടുവിടുകയൊക്കെ ചെയ്യും. നമ്മൾ താഴേക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കണം കേട്ടോ. കുറച്ച് നടക്കാനുള്ളൂ, പക്ഷേ നോമ്പൊക്കെ എടുത്ത് രാവിലെ തന്നെ നടക്കാനൊരു മടി കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് കയറാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ കേട്ടോ. അത്രയൊന്നും ഇല്ല, കുറച്ച് പോകാനുള്ളൂ. പക്ഷേ ബസ് കയറേണ്ട അടുത്ത് പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നടക്കേണ്ട അത്ര ദൂരമുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അത്ര പോകേണ്ടത്ര നടക്കേണ്ട ദൂരമുണ്ട്. ട്രെയിൻ കയറാൻ അവിടെ എത്തി കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പതിവ് പോലെ വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മളിപ്പോൾ 10 മണിക്കത്തെ ട്രെയിനാണെങ്കിൽ നമ്മൾ 8 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിരുത്തും. അതുപോലെയുമാണ്. പിന്നെ ഇപ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ട്രെയിൻ ലേറ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ അവിടെ ഇരുന്നു. 2-3 ട്രെയിൻ പോയി, പക്ഷേ അതിവിടെ നിർത്താത്ത ട്രെയിനാണ് കേട്ടോ. അപ്പോൾ 3 ട്രെയിനായിട്ടും പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ പോകുന്നത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ അധികം ശ്യാമിൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ ശ്യാമിനെ ഇറങ്ങിയിട്ട് പോകണം. അവിടെ പോയിട്ട് ഇരിക്കാമെന്നാണ് പറയില്ല കേട്ടോ. ടൈം ആയിട്ടില്ല, നമുക്ക് സമയം പോകാമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞ നായിയാണ് കേട്ടോ, പേടിയാണ് മേത്തേക്ക് വരുമെന്ന് വെച്ചിട്ട്. പക്ഷെ അങ്ങോട്ടൊരു കമ്പെടുത്തിട്ട് അങ്ങോട്ടാക്കി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ കുറച്ച് ലെങ്ത് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ലെങ്ത് വീഡിയോ ഇഷ്ടമാണോ, യാത്ര വീഡിയോ ഇഷ്ടമാണോ, അതല്ല ഫുഡിൻ്റെ വീട്ടിലത്തെ വീഡിയോ മാത്രമാണോ, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു, ക്ഷീണമൊക്കെ ഉണ്ടോ, ചൂടൊക്കെ ഉണ്ടോ, അതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആയിരിക്കുന്ന സമയത്ത് ഷോർട്സൊക്കെ എടുത്ത് ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെയാണ് കേട്ടോ അവിടെ അടിച്ചരനെ തേച്ച് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അടിച്ചുവരിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിങ്ങനെ പറയാം കേട്ടോ. ശ്യാമിന് ഇപ്പോൾ ചിരി വരുന്നത്, നമ്മളെന്തിനാ ഇത്രയും സമയം ഇവിടെ കൊണ്ടിരുത്തി എന്നൊക്കെ പറയുമ്പോൾ, ആ സമയം മക്കളടുത്ത് നിന്നിവിടെ എന്നൊക്കെ പറയുമ്പോൾ ശ്യാം ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോ ട്രെയിൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വരുന്നതാണ്. അതുമല്ല കേട്ടോ, അതും നമ്മളെ ട്രെയിനല്ല, നമുക്ക് പോകേണ്ട ട്രെയിനല്ല. പിന്നെ ഇതിന് ഇന്ത്യ ബാക്കിൽ വരുന്നത് എന്തായാലും തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ അപ്പുറം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് മടുത്തു. ലാസ്റ്റ് ആ മന്ദം നീങ്ങി വരുന്നത് നമുക്ക് പോകേണ്ട ട്രെയിനാണ് കേട്ടോ. മാഷാ അല്ലാഹ് അങ്ങനെ ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ ട്രെയിൻ കയറിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതന്നെയൊക്കെയല്ലേ എൻ്റെ പണി. ഇപ്രാവശ്യം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പോകുമ്പോൾ നമ്മൾ വന്ന പോലെ തന്നെയാണ്, ആരും ഉണ്ടായിട്ടില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ കിടന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെ ഞങ്ങൾ പിന്നെ കുമ്പള വിട്ടു. ഇനി പെരുന്നാളിനോ അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടുണ്ടാവും. മാഷാ അല്ലാഹ്. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നൊക്കെ പെങ്ങളുടെ വീട്ടിലും അനിയത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ.
അതിന് കയറിയ ശേഷം വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്നല്ല, 2 ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പഴയങ്ങാടി എത്തിയ ശേഷമാണ് എടുത്തത്. പറഞ്ഞത് അതിന് നടുക്കിടുന്ന വലിയ സിമെൻറ്റ് കട്ടയില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനാട്ടോ JCB വന്ന്. ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ JCB റെയിൽപ്പാലത്തിൽ കൂടെ പോകുന്നത് വീഡിയോ എടുത്തിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴയങ്ങാടി ഇറങ്ങി കേട്ടോ. ഇനി ഈ സ്റ്റെപ്പൊക്കെ കയറണം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ അതായിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഓപ്പൺ ആയിട്ടില്ല, വലിയ ഉപകാരമായിരുന്നു ഈ നോമ്പൊക്കെ എടുത്ത് ഈ വെയിലത്തൊക്കെ ചൂട്ടിന്. ഈ സ്റ്റെപ്പും കൂടി കയറാൻ വയ്യ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വയസ്സില്ലവർക്കൊക്കെ പോകണമെങ്കിലൊക്കെ, സുഖമില്ലാത്തവർക്കൊക്കെ പോകണമെങ്കിൽ ഇത് ഓപ്പണായ വലിയ ഉപകാരമാവും. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്ല, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ പത്തക്ക. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടായത്. ഇവിടുന്ന് ഒരു പത്തക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുറച്ച് ലെങ്ത് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.